തൃശൂർ പൂരം കലക്കൽ സംബന്ധിച്ച് തുടരന്വേഷണമുണ്ടാകുമെന്ന സൂചന മന്ത്രിസഭായോഗത്തിൽ നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ADGP MR അജിത് കുമാറിന്റെ പൂരം അന്വേഷണ റിപ്പോർട്ട് പോലീസ് മേധാവിയുടെ ശുപാർശയോടെ തനിക്ക് ലഭിച്ചതായി മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച ശേഷമായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. MLA PV അൻവർ മാധ്യമങ്ങളെ കാണുന്നതിലേക്ക് അത് ഏറ്റവും വലിയ തമാശയല്ലേ? ജയനേന്ദ്രന്റെ അന്വേഷണം എന്റെ വ്യക്തിപരമായ ഞാൻ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഈ നാട്ടിലെല്ലാം മൂക്ക് കീഴ്പ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാം അയാൾ RSSനുമായി നല്ല ബന്ധത്തിലാണ്. എന്താ പറയാ, എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നടത്തി കൊടുക്കുന്നത്. ഒരു പ്രപഞ്ച സത്യം പോലെ കേരളത്തിൽ നിൽക്കല്ലേ? പിന്നെന്തിനാ അന്വേഷണം? എന്തിനാണ് എന്തിനാ അന്വേഷിക്കുന്നത്? ഇതൊരു സത്യമല്ലേ? ഈ സൂര്യൻ ഉദിക്കുന്ന പോലെ നിൽക്കല്ലേ? പിന്നെ അതിന് മുകളിൽ അന്വേഷണം വേണോ? അത് 2024 ഏറ്റവും വലിയ തമാശയായി കൂട്ടിയാൽ മതി. അതാണ് എന്റെ അഭിപ്രായം കുറിച്ച്. അല്ല, അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാ. എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് 2024 ഏറ്റവും വലിയ തമാശ ADGP അജിത് കുമാറിന് RSSുമായി ബന്ധമുണ്ട് എന്ന് ഉണ്ടോ എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം ഇനിയിപ്പോ അതറിയണമെങ്കിൽ മറ്റാളെ കിട്ടണ്ടേ? ഇവർ തമ്മിൽ സംസാരിച്ച എന്താന്ന് പറയണ്ടേ? അത് അന്വേഷിക്കാനാണല്ലോ പോയത്. അപ്പൊ ആരെ കിട്ടണേ? ഈ RSSനെ മറ്റാളെ കിട്ടണ്ടേ? അതാ പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞ സ്വകാര്യം ഇനിയിപ്പോ അദ്ദേഹം കൂടി പറയണം. എന്തിനാ ഈ പണിക്കൊക്കെ നിൽക്കുന്നത്? ഇത് നാട്ടുകാർക്ക് അറിയുന്ന കാര്യല്ലേ? ഞാൻ പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിക്കാനാ പറഞ്ഞത്. പൂരം കലക്കിച്ചതാണ്. ആ കലക്കിച്ചത് ADGP അജിത് കുമാറാണ്. അതിന് നേതൃത്വം കൊടുത്ത അദ്ദേഹം. അതിന് തർക്കമില്ലല്ലോ. ആവർത്തിച്ച് പറഞ്ഞ കാര്യല്ലേ? പിന്നെ ചോദിക്കാനെന്താ? അല്ല, അതൊക്കെ സർക്കാർ തീരുമാനിക്കട്ടെ. ഞാനൊരു സാധാ പാവപ്പെട്ട എന്താ പറയാ MLA. ഞാൻ നടപടി വേണമെന്നൊക്കെ എനിക്ക് പറയാം. കുറച്ച് വിഷ്വൽസ് കൂടി പുറത്തു വന്നിരുന്നു. സുരേഷ് ഗോപി അന്ന് ഈ വരാഹി അനലിറ്റിക്സ് ആയിട്ടുള്ള BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം കൈകാര്യം ചെയ്യുന്ന എന്റെ പൊന്ന സഹോദരന്മാരെ അവരോടൊപ്പം വന്നതിന്റെയും അതിൽ പങ്കൊക്കെ വന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എനിക്ക് ഈ കാര്യത്തിൽ പണ്ടേ ഒരു സംശയമില്ല. ഇതൊക്കെ ഒരു പൂരത്തിന് വേണ്ടി മാത്രം വന്നിട്ട് RSSരെ കണ്ടതൊന്നുമല്ല. നിങ്ങളിപ്പോ ആകെ 2 പ്രാവശ്യം കണ്ടതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. 10,000 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. മനസ്സിലായോ? അവരേറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസർഗം. അവരുടെ അജണ്ട തന്നെ അവിടെ നടക്കും. ഇതൊരു പ്രപഞ്ച സത്യമല്ലേ? പിന്നെ ഇത് ചോദിച്ചുകൊണ്ടിരിക്കണോ? DGPയുടെ നേതൃത്വത്തിൽ വീണ്ടും അന്വേഷിക്കണോ എന്ന കാര്യം ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് ശേഷമാകും തീരുമാനിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശോധനയ്ക്കായി ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി. റിപ്പോർട്ടിൽ വീഴ്ചയുണ്ടോ, പുതുതായി അന്വേഷണം നടത്തണോ, പുതിയ അന്വേഷണ വിഷയങ്ങൾ ഉൾപ്പെടുത്തണോ എന്നിവ അടക്കമുള്ള കാര്യങ്ങളാണ് ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കുക. ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടരന്വേഷണത്തിന് തീരുമാനമെടുക്കും. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതും ഇതിനുശേഷം ആകാനാണ് സാധ്യത. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ തിരുവമ്പാടി ദേവസ്വത്തിന് പങ്കുണ്ടെന്നും രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കുന്നതായും ADGP അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതായാണ് സൂചന. പൂരം നടത്തിപ്പിൽ ADGP MR അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ വീഴ്ചയുണ്ടായെന്ന് പോലീസ് മേധാവി S ദർവേഷ് സാഹിബ് ഇന്നലെ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. പൂരം അലങ്കോലപ്പെട്ടതിന്റെ ഗൂഢാലോചന വിശദമായി അന്വേഷിക്കണമെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിയുടെ പരിഗണനയ്ക്ക് വിട്ടത്. ADGP RSS കൂടിക്കാഴ്ച സംബന്ധിച്ച് CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ നിലപാട് ശക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് വിശദമായ പരിശോധനയ്ക്ക് ആഭ്യന്തര വകുപ്പ് നിർബന്ധിതരായിരിക്കുന്നത്. ADGPയെ മാറ്റണമെന്നാണ് CPI നിലപാട്. RSS ഉന്നത നേതാക്കളെ ADGP അജിത് കുമാർ സന്ദർശിച്ച വിവരം പുറത്തു വന്നതോടെയാണ് പ്രതിപക്ഷവും ഘടകകക്ഷികളും അതിശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയുടെ മധ്യസ്ഥനായാണ് ADGP RSS നേതാക്കളെ കണ്ടതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. കൂടിക്കാഴ്ച സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് M വിൻസെന്റ് MLA മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്.